ഹലോ, നമസ്കാരം. ഞാൻ എങ്ങനെ എൻ്റെ 1.5 വർഷത്തെ ന്യൂഡൽഹിയിലെ ലൈഫിൽ എങ്ങനെ ഞാൻ ലോക്കപ്പിലായി, അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ എങ്ങനെ എത്തി, ഇതാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് വളരെ രസകരമായ സംഭവങ്ങളുടെ ശൃംഖലയാണ് ഈ പുസ്തകത്തിൽ, ഈ കേരള ടു കരോളൈന എന്ന് പറയുന്ന മെമ്മോവാറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, മെമ്മോവാർ എന്ന് പറയുന്നത് ഓർമ്മക്കുറിപ്പുകൾ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കും എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 1989 എൻ്റെ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് എൻ്റെ കോഴ്സ് റീജിയണൽ എൻജിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ചാത്തമംഗലം, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ചാത്തമംഗലത്തുള്ള കോഴിക്കോട് നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരമാണ് ചാത്തമംഗലം. അവിടെ നിന്ന് എൻജിനീയറിംഗ് ചെയ്ത് പിന്നെ 89 അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ഫൈനൽ ഇയറിൽ എനിക്കൊരു ജോലി ഡൽഹിയിലെ ഒരു കമ്പനിയിൽ കിട്ടി. ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ക്യാമ്പസിൽ വന്ന് അവർ പല കമ്പനികളും വരും, ഇൻ്റർവ്യൂ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ്സിനെ അവർ പിക്ക് ചെയ്യും, കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കൊരു ഡൽഹിയിലൊരു കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടുക, അതും ഡൽഹിയിൽ, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. ഞാനാണെങ്കിൽ ഡൽഹി കണ്ടിട്ടില്ല. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനും വളരെയധികം ഉത്സാഹമുണ്ട്. കാര്യം നമ്മുടെ ക്യാപിറ്റലാണ്, വലിയ സിറ്റിയാണ്, പുതിയ സിറ്റി കാണാൻ പറ്റും. ഇതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ആ ജോലി ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരു പ്രാവശ്യം ഡൽഹിയിൽ ആദ്യം ജോയിൻ ചെയ്തതിന് മുമ്പ് പോകേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ, ഇവിടുന്ന് സെലക്ഷൻ കിട്ടിയ ശേഷം അവിടെ അവരുടെ ഓഫീസിൽ ഒരു പ്രാവശ്യം പോയി തല കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. ഡൽഹിയിൽ പോയ സമയത്ത് എനിക്കാണെങ്കിൽ, ഞാൻ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. 1989. എൻ്റെ പ്രായം ആ സമയത്ത്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, 21 വയസ്സുണ്ടാവും. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ ആ സമയത്ത് ട്രെയിനില്ല. ഇപ്പോൾ ആലപ്പുഴയിൽ ട്രെയിനുണ്ട്. കൊച്ചിയിൽ നിന്ന് കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനുണ്ട്. കേരള എക്സ്പ്രസ് 48 മണിക്കൂർ പിടിക്കും ഡൽഹി എത്താൻ. പിന്നെ അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്ന്, അന്ന് മദ്രാസാണെന്ന് എൻ്റെ ഓർമ്മ, ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിനുണ്ട്, തമിഴ്നാട് എക്സ്പ്രസ്. അതും ഏകദേശം അത്രയും തന്നെ സമയം പിടിക്കും. അപ്പോൾ ഈ 2 ട്രെയിനാണ് സാധാരണ ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ കേരള എക്സ്പ്രസ്സിൽ കയറി ഞാൻ അവിടെ എത്തി. അപ്പോൾ അവിടെ ഡൽഹിയിലെത്തിയാൽ എവിടെ തങ്ങണം, കാശൊന്നുമില്ല കയ്യിൽ. കാര്യം വിദ്യാർത്ഥിയാണ്. അപ്പം എവിടെ തങ്ങണം എന്നുള്ള ആലോചിച്ച് കുറച്ച് ആൾക്കാർക്ക് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഡൽഹിയിൽ ഈ നിസാമുദ്ദീനിൽ ഈ തബ്ലീഗുകാരുടെ മർക്കസുണ്ട്. ഓക്കെ, തബ്ലീഗ് മർക്കസ്, അവിടെ പോയാൽ നിങ്ങൾക്ക് 3 ദിവസം താമസിക്കാം. ആരും ഒന്നും ചോദിക്കത്തില്ല. 3 ദിവസം അവിടെ പോയിട്ട് ആറാംസെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാം. അങ്ങനെ ഞാൻ അവിടെ എത്തി. ട്രെയിനിൽ കയറി ഡൽഹി എത്തി. ട്രെയിനിലെ ദീർഘയാത്ര ഇപ്പോഴും എനിക്കിഷ്ടമാണ്. കാര്യം ട്രെയിനിലെ യാത്രയിൽ വേറൊരു സംഭവം ഉള്ളത്, നമ്മൾ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ കയറി കൊച്ചി പോയി, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കയറി നമ്മൾ കോഴിക്കോട് പോയി, ആ ട്രെയിൻ യാത്രയിൽ നമുക്ക് 6 മണിക്കൂർ, ചിലപ്പം കൊച്ചി വരെ ആണെങ്കിൽ 2 മണിക്കൂർ. ഇതിനകത്തൊന്നും വലിയ ആൾക്കാരായിട്ടൊന്നും ഇടപഴകുന്നില്ല. ആ കൂടെയുള്ള സഹയാത്രക്കാരുമായിട്ടൊന്നും ഇടപഴകാനുള്ള അവസരമില്ല. വളരെ ചെറിയ യാത്രയാണല്ലോ. പക്ഷേ ഈ ദീർഘയാത്രയിൽ ഒരു കാര്യമുള്ളത്, വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഒരു ഫാമിലി പോലെയായി. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച്, അതായത് ഭക്ഷണവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്, പെട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കും. വളരെ ഒരു 2 ദിവസം ഫാമിലി പോലെയാണ് എല്ലാവരും. വലിയ ആത്മാർത്ഥമായ ബന്ധമുള്ള ആൾക്കാർ പോലെയാണ് നമ്മൾ
ആ 2 ദിവസത്തെ യാത്ര. അങ്ങനെ ആ യാത്രയൊക്കെ എൻജോയ് ചെയ്ത്, എസ്പെഷ്യലി ഞാൻ സ്റ്റുഡൻ്റ് ആയത് കാരണം എനിക്കാണെങ്കിൽ ആൾക്കാരത്തൊക്കെ പരിചയപ്പെടാനും സംസാരിക്കാനും അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വണ്ടി കയറിയാൽ ഞാൻ എല്ലായിടത്തും സംസാരിക്കും. ആരാണ്, എന്താണ്, എവിടെ പോകുന്നത്, നിങ്ങളുടെ പേരെന്താണ്, നാട്ടിലെവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് യാത്ര ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ട്രെയിനിൽ കയറി നിസാമുദ്ദീനിലെത്തി. ഡൽഹിയിലെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നിസാമുദ്ദീൻ ഒരു വലിയൊരു സ്റ്റേഷനാണ്. പിന്നെ അതുകൂടാതെ ഡൽഹി സെൻട്രൽ, എനിക്ക് ഓർമ്മയില്ല ഡൽഹിയുടെ വേറെ സ്റ്റേഷൻ എന്താണ്, പഹാഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്റ്റേഷനുണ്ട്, പഹാഡ്ഗഞ്ച്, പിന്നെ നിസാമുദ്ദീൻ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ടാർഗറ്റ് നിസാമുദ്ദീൻ എത്താനാണ്. കാരണം നിസാമുദ്ദീൻ അവിടെ ആണ് ഈ പറയുന്ന തബ്ലീഗുകാരുടെ മർക്കസ്. അവിടെയാണ് പോയി എനിക്ക് തങ്ങാനുള്ളത്. അവിടെ പോയി തങ്ങിയിട്ട് അവിടുന്ന് എനിക്ക് മറ്റേ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ച് നിസാമുദ്ദീനിൽ കൊണ്ടാക്കാൻ പറഞ്ഞ് അയാൾ നിസാമുദ്ദീനിൽ കൊണ്ടുപോയി. ആ നിസാമുദ്ദീൻ തബ്ലീഗുകാരുടെ മർക്കസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഒരു 2 മിനിറ്റ് നടന്നാൽ, 2 മിനിറ്റ് കഷ്ടിമുഷ്ടി 2 മിനിറ്റ് നടന്നാൽ നിസാമുദ്ദീൻ ഔലിയാടെ ദർഗയും അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ നിസാമുദ്ദീൻ ഈ തബ്ലീഗുകാരുടെ മർക്കസിൽ നേരെ പോയി. അവിടെ ഇറങ്ങി എൻ്റെ ഒരു ചെറിയ ബാഗുണ്ട് കയ്യിൽ, അത്രേ ഉള്ളൂ. അതും കൊണ്ട് അവിടെ പോയി. ആരും ഒന്നും ചോദിക്കാനൊന്നുമില്ല. അതായത് നേരെ കയറിപ്പോയി. പോയിട്ട് ഞാൻ അന്വേഷിച്ച് കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ജമാഅത്ത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ എനിക്കറിഞ്ഞുകൂടാ. അവിടെ എത്തിയപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്നുള്ള ജമാഅത്തുണ്ട്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ആലപ്പുഴക്കാരൻ, ഒരു ഹോമിയോ ഡോക്ടർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, വളരെ നല്ലൊരു മനുഷ്യൻ. ഓക്കെ, ഹസൻ സാഹിബ് എന്നാണ് പേര്, ഹസൻ സാഹിബ്, ഹോമിയോ ഡോക്ടറായിരുന്നു, ആലപ്പുഴക്കാരൻ. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ കണ്ട്, അങ്ങനെ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ്, മറ്റേ ഇന്ന സ്ഥലത്താണ്. ഒരു സ്ഥലത്തിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല. ഇത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 35 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ്. 89 കാര്യമാണ്. 89 എന്ന് പറയുമ്പോഴത്തേക്ക് 11, 26, 37 കൊല്ലമായി. 37 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ഹസൻ സാഹിബിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്ന് എൻ്റെ ഐഡിയ ഇതാണ്, എനിക്ക് ഈ കമ്പനി അവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോകാനുണ്ട്, പിന്നെ അതിനു വേണ്ടി എനിക്കൊരു ഷൂ വാങ്ങണം, പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം, കാര്യം പോകുന്നതിന് മുമ്പൊന്ന് ഗെറ്റപ്പിൽ പോകണമല്ലോ. അങ്ങനെ ഹസൻ സാഹിബ് എന്നെയും കൊണ്ട് അന്ന് ഡൽഹിയിലെ ഇന്നും അന്നും അറിയപ്പെടുന്ന ഒരു ചാന്ദിനി ചൗക്ക് എന്നൊരു സ്ഥലമുണ്ട്, ചാന്ദിനി ചൗക്ക്. അത് വലിയൊരു മാർക്കറ്റാണ്. അവിടെ ഈ ലെതറിൻ്റെ ഗുഡ്സ്, ചെരുപ്പ്, എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. അങ്ങനെ ഈ ഹസൻ സാഹിബ് എന്നെയും കൊണ്ട് ചാന്ദിനി ചൗക്കിൽ പോയി. അവിടെ പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 110 രൂപ കൊടുത്ത് ഒരു ബ്രൗൺ കളറിലെ ഒരു ഷൂ വാങ്ങിച്ച്, ആ ഷൂ പിന്നെ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 6-7 കൊല്ലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഹസൻ സാഹിബും കൂടെ വന്ന് എന്നെ ബസ്സിൽ കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് മൂപ്പര് എന്നെ സ്ഥലം കാണിച്ച് തന്ന് എന്നിട്ട് പറഞ്ഞ്, നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ബസ് പിടിച്ച് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അവിടെ ആക്കി. അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അവിടെ പോയി അവരെ കണ്ട് എനിക്ക് ജോലി ഉറപ്പായി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആലപ്പുഴയിലും എത്തി. ഇത് എൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. ഓക്കെ, സെക്കൻഡ് ട്രിപ്പ് ഫൈനലി ജോലിക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പം ഇനിയിപ്പോൾ അവിടെ മർക്കസിൽ പോയി താമസിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ജോലിയുടെ അടുത്ത് വേണം താമസിക്കാൻ, അറ്റ്ലീസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ വേണം താമസിക്കാൻ. ഈ നിസാമുദ്ദീൻ എന്ന് പറയുന്നത് പഴയ ഡൽഹി, 2 ഡൽഹിയുണ്ട്, പഴയ ഡൽഹി, പുതിയ ഡൽഹി. ഈ പഴയ ഡൽഹി ഏരിയ ആണ് നിസാമുദ്ദീനും, അതേപോലെ തന്നെ ഈ റെഡ് ഫോർട്ട്, അതൊക്കെ ചാന്ദിനി ചൗക്ക്, ഇതെല്ലാം പഴയ ഡൽഹിയാണ്. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് ജോസഫ് വർഗീസ് എന്ന് പറയും, എൻ്റെ കൂടെ ഞാനും ജോസഫും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയോ ഞാൻ അറിഞ്ഞ് ജോസഫിൻ്റെ 2 ബ്രദേഴ്സ് അവർ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. ബോബൻ വർഗീസും പിന്നെ ബോബൻ്റെ ജ്യേഷ്ഠൻ ജേക്കബ് വർഗീസും 2 പേരും ഡൽഹി താമസിക്കുന്നുണ്ട്. അപ്പം അവരെടുത്ത് പോയാൽ ഒരുപക്ഷെ അവരുടെ കൂടെ താമസിക്കാൻ പറ്റും. കാര്യം ഞാൻ ആദ്യമായിട്ട് പോവാണ്, ഒരു ഐഡിയ ഇല്ല സ്ഥലത്തിനെക്കുറിച്ച്, പിന്നെ താമസിക്കാനുള്ള കയ്യിൽ കാശൊന്നുമില്ല. ആദ്യം ഒന്ന് തട്ടിമുട്ടിയൊക്കെ ആദ്യം മുമ്പോട്ട് പോയാലേ പിന്നെ അവിടെ താമസിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ ബോബൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ജോസഫ് വർഗീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം ജോസഫ് ഇമ്മീഡിയറ്റ്ലി എന്നെ ജ്യേഷ്ഠന്മാർക്ക് കത്തെഴുതി എനിക്കും അവരുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു തന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു അവിടെ. അങ്ങനെ ഞാൻ പിന്നെ വണ്ടി പിടിച്ച് പോകേണ്ട സമയമായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഡൽഹി പോകുന്ന സമയമായപ്പോഴത്തേക്ക് വണ്ടി പിടിച്ച് പോയി. ഇവിടെ ഒരു കാര്യം നിർത്തിയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 10ാം ക്ലാസ് മുതൽ ഓക്കെ 10ാം ക്ലാസ് മുതൽ എനിക്ക് ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന ചര്യകൾ ഫോളോ ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താടി വളർത്തിയിരുന്നു. ആ 10ാം ക്ലാസ് മുതൽ തന്നെ താടി വളർത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് താടി എന്ന് പറയുന്നത് കുറച്ച് രോമങ്ങൾ ഇവിടെ, കുറച്ചിവിടെ അങ്ങനെയൊക്കെയാണ്. അതായത് മൊത്തത്തിൽ താടിയൊന്നുമില്ല. പക്ഷെ എന്നാലും അതൊരു പിന്നെ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് താടി എന്ന് ഞാൻ പേര് വിളിക്കുന്ന സംഗതി എനിക്കുണ്ടായിരുന്നു. ഞാനത് വെച്ചിരുന്നു സന്തോഷമായിട്ടും. അതേപോലെ തന്നെ വളരെ പ്രൗഢിയോടുകൂടി ഞാൻ താടി വളർത്തിയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഡൽഹി പോകുന്നതിന് തലേന്ന് എന്തോ എനിക്കൊരു തോന്നലുണ്ടായി, ഈ താടി ഇനിയിപ്പോൾ വടിച്ചിട്ട് പോകാം. അതായത് ഇനിയിപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് പുതിയ സ്ഥലമാണ്, ഒരു പുതിയ അപ്പിയറൻസൊക്കെ ആയിക്കോട്ടെ, ഇനിയിപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു പുതിയ ലുക്ക്, ഒരു പുതിയ സ്റ്റൈലിൽ പോകാം എന്ന് തോന്നി. അങ്ങനെ എന്തോ ഒരു തലയിലൊരു ഇങ്ങനെ വന്ന് ഞാൻ പോകുന്നതിന് തലേദിവസം പോയി താടിയൊക്കെ വടിച്ച് ക്ലീൻ ഷേവായിട്ട് ഞാൻ പിന്നെ വണ്ടി കയറി ഡൽഹി എത്തി. അപ്പോൾ ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ കാരണം ഇതിലേക്ക് ഞാൻ തിരിച്ചു വരും, ഈ താടിയുടെ പ്രശ്നം ഞാൻ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഡൽഹിയിലെത്തി അവിടെ ഒരു പിറ്റേ ദിവസം ബോബനെയും നമ്മുടെ ജേക്കബിനെയും നേരെ അവരുടെ വീട്ടിൽ പോയി. ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, ഒരു ബെഡ്റൂമും പിന്നെ ഒരു ചെറിയൊരു കിച്ചൺ, ചെറിയൊരു ബാത്റൂം, പിന്നെ ചെറിയൊരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുള്ള ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയാം. ആ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നത് 2nd ഫ്ലോറിലാണ്. അതായത് 2nd ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ താമസിക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ ഒരു ഡൽഹിക്കാരൻ ജാട്ടെന്ന് പറയും. ജാട്ടെന്ന് പറഞ്ഞാൽ അത് പണ്ട് ഈ കാള, എരുമ അങ്ങനെയുള്ള മൃഗങ്ങളുമായിട്ട് പിന്നെ അവരെ പരിപാലിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഈ കർഷകരും അതേപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ജാട്ട്. ഈ ഡൽഹിയിലെ നേറ്റീവ്സാണ്, പഴയ നേറ്റീവ്സാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു കെട്ടിടമാണ് ഈ ജേക്കബും ബോബനും താമസിക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് വളരെ ചെറിയ സൗകര്യമുള്ളൂ, പക്ഷേ അവരെന്നെ അക്കോമഡേറ്റ് ചെയ്ത്, അതായത് എന്നെ വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്ത് എന്നെയും അവിടെ കൂട്ടി. അപ്പോൾ എനിക്ക് സ്ഥലമായി, അതേപോലെ തന്നെ ഞാൻ റെൻറ്റ് ഷെയർ ചെയ്യാനുള്ള എഗ്രിമെൻ്റാണ്. അപ്പം അവർക്കും ചെറിയൊരു ഒരു ബെനിഫിറ്റ് അതിനകത്ത് കിട്ടും. പക്ഷേ അവർ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അവരെന്നെ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ താഴെ ഈ വസീർ സിംഗ് എന്നാണ് അയാളുടെ പേര്. തൊട്ട് മുകളിൽ അടുത്ത ഫ്ലോറിൽ 2nd ഫ്ലോറിൽ നമ്മുടെ ജേക്കബും ബോബനും, അതിൻ്റെ മുകളിലൊരു UP-കാരൻ ഒരു ഫാമിലി, ഒരു മുസ്ലിം ഫാമിലി, ഹസ്ബൻഡ് വൈഫ്, ഒരു ചെറിയ കുട്ടിയുമായിട്ട് അവരും അവിടെയുണ്ട്. അങ്ങനെ ഞാനും അവിടെ പോയി കൂടി. പിന്നെ ബോബൻ എനിക്ക് വഴികളൊക്കെ പറഞ്ഞു തന്ന്, ഏത് ബസ്സിൽ കയറണം, എവിടെ ഇറങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോബൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ ഞാൻ അവിടെ ഡൽഹിയിലെ ലൈഫിൽ പതുക്കെ അവിടെ യൂസ്ഡായി. ഫസ്റ്റ് ദിവസം തന്നെ ഡൽഹിയിൽ ബോബനും ജേക്കബിനും കൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത് തന്നെയുള്ളൊരു തമിഴ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ദോശ, വട, സാമ്പാർ അതൊക്കെ എനിക്ക് തന്ന് വളരെ ഹൃദ്യമായിട്ട് എന്നെ വെൽക്കം ചെയ്തു. അൽഹംദുലില്ലാ. ഇപ്പോഴും ബോബനും നമ്മുടെ ജേക്കബുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ബോബൻ കാനഡയിലുണ്ട്, ജേക്കബ് നാട്ടിലുണ്ട്. ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ജോസഫുമായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി എൻ്റെ ഫസ്റ്റ് ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അവരെന്നെ പ്ലേസ് ചെയ്തത്, എനിക്ക് ജോലി തന്നത് ഒരു സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനാണ്. സ്കൂളിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കുക, ഇതാണ് എനിക്ക് അവർ തന്ന ജോലി. ആ സമയത്ത് എനിക്ക് ഈ പഠിപ്പിക്കുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം ആയിട്ട് തോന്നിയില്ല. എൻ്റെ ഊഹത്തിൽ, എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ കമ്പ്യൂട്ടർ എൻജിനീയറാണ്,
അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ജോലി ആണ് ഞാൻ ആലോചിച്ച് ഉദ്ദേശിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം അവരെന്നെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് പല സ്കൂളുകളിലും അവർക്ക് ഈ കമ്പ്യൂട്ടർ ലാബ്സ് ഉണ്ട്. ആ കമ്പ്യൂട്ടർ ലാബ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ കമ്പനിയാണ്. അവർ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനാക്കി. അത് മെഹ്റോളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മെഹ്റോളി ഡൽഹിയുടെ, നിങ്ങൾ ഈ കുത്തബ് മിനാർ എന്ന് കേട്ട് കാണും. കുത്തബ് മിനാർ നിൽക്കുന്നത് മെഹ്റോളിയിലാണ്. കുത്തബ് മിനാറിൻ്റെ മെഹ്റോളി കുത്തബ് മിനാറിൻ്റെ അടുത്താണ് ഇവരുടെ സ്കൂളും. ഡൽഹി പബ്ലിക് സ്കൂൾ എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കട്ട്വാലിയ സറായി എന്നാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ബസ്സിൽ പോകണം ഇതെത്താൻ, സ്കൂളെത്താൻ. അങ്ങനെ ഞാൻ അവിടെ കയറി. പക്ഷേ എനിക്കൊരു മാസം കൊണ്ട് അത് മതിയായി. കാരണം പിള്ളേരെ പഠിപ്പിക്കുക അതെൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു മാസം കഴിയുമ്പോഴത്തേക്ക് 1-1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ജോലി രാജിവെച്ചു. കാര്യം എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ജോലി ആയിരുന്നില്ല. പിന്നെ അതിന് ശേഷം യഥാർത്ഥത്തിൽ നല്ലൊരു ജോലിയൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് ദിവസം അവിടെ വർക്ക് ചെയ്ത്, കുറച്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്ത്, ഇതിനിടയിൽ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ജോലി ഒന്നും കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടിൽ ആണ് ഞാൻ. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1-1.5 വർഷം, ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ വളരെ ബുദ്ധിമുട്ടിൽ കഴിച്ചു കൂട്ടി. കാര്യം നല്ലൊരു ജോലിയൊന്നും കിട്ടുന്നില്ല. കിട്ടുന്ന ജോലിയൊക്കെ വളരെ ഈ ടെമ്പററി ആയിട്ടുള്ള ജോലികൾ, പല തരത്തിലുള്ള ജോലികൾ. പക്ഷെ ഒന്നും എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ആയിരുന്നില്ല. ടെക്നോളജിയോ കമ്പ്യൂട്ടറോ ബന്ധപ്പെട്ടായിരുന്നില്ല. അങ്ങനെ ലൈഫ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടി കടന്നു പോകുമ്പം അവിടെ ഭക്ഷണം കഴിക്കാനുള്ള അതിനുള്ള കാശ് പോലും ഇല്ലാത്ത കണ്ടീഷനിലെത്തി. അങ്ങനെ ഞാൻ ഒരല്പം ഓടിച്ച് പറയാണ്. പക്ഷേ ആ സംഭവം നടക്കുമ്പോൾ ഈ ഒരു വർഷം എന്നൊക്കെ പറയുന്നത്, ആ ഒരു വർഷം ബുദ്ധിമുട്ടിൽ വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് പോകുമ്പം അവിടുത്തെ ആ മാനസികാവസ്ഥ അത് ഒരുപക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേരം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ അവിടെ ഒരു പള്ളിയിൽ ഒരു 4 കിലോമീറ്റർ മാറിയിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട്. ഞാൻ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ആ പള്ളി വരെ നടന്ന്, അതായത് ബസ്സിൽ കയറാതെ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി, വേറെ ചെയ്യാനുള്ള പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി മഗ്‌രിബ് അവിടെ പോയി നിസ്കരിക്കാനായിട്ട് ഞാൻ ഇറങ്ങി നടന്ന് റോഡ് സൈഡിൽ കൂടെ നടന്ന് 4 കിലോമീറ്റർ നടന്ന് ആ പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഞാൻ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ പടച്ചവനടുത്ത് ചോദിക്കുകയാണ്, പടച്ചവൻ ഇതെന്ത് സംഭവിച്ചു? അതായത് ഞാൻ എൻജിനീയറിങ് കോളേജിൽ പോയി 4 വർഷത്തെ എൻജിനീയറിങ് ചെയ്ത് ഡിഗ്രി എടുത്ത് ഞാൻ ബിടെക് കമ്പ്യൂട്ടർ എൻജിനീയറാണ്. ആ സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല. കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. ഇന്ന് മുക്കിനും മൂലക്കും കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങൾ, അന്ന് അതല്ല. അന്ന് കമ്പ്യൂട്ടർ ഞാൻ REC കാലിക്കറ്റിൻ്റെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ ആ സമയത്ത് ലോഞ്ചായി വരുന്നതേ ഉള്ളൂ, മനസ്സിലായി. അപ്പം ആ സമയത്ത് ആണ് ഡിമാൻഡ് ഉള്ളതാണ്, ഡിമാൻഡ് വേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് എനിക്ക് ഒരു പരാതി. അങ്ങനെ ഞാൻ പടച്ചവനടുത്ത് ഇങ്ങനെ ഉള്ളിൽ സംസാരിക്കുകയാണ്. പടച്ചവൻ ഇതെന്ത് സംഭവിച്ചു? എവിടെയാണ് എൻ്റെ തെറ്റ്? എനിക്ക് എന്തുകൊണ്ടാണ് നല്ലൊരു ജോലി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ടെമ്പററി ജോലി ചെയ്ത് ഇങ്ങനെ എത്ര കാലം ഇങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഈ സുന്നത്തായിട്ട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വിശിഷ്ടമായ ഇമ്പോർട്ടൻ്റായ ഒരു പ്രൈമറി സുന്നയാണ് പ്രവാചകൻ്റെ ദാടിയുടെ സുന്ന. അതിനെക്കുറിച്ച് പ്രവാചകൻ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഈ ദാടിയെക്കുറിച്ചുള്ള സുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ്. ഈ ജീസസ് ക്രൈസ്റ്റ്, ഈസാ അലൈഹിസ്സലാം ആയാലും മൂസ ആയാലും ഹാറൂൺ അലൈഹിസ്സലാം ആയാലും എല്ലാ പ്രവാചകന്മാർക്കും താടി ഉണ്ടായിരുന്നു. അതൊരു പ്രബലമായ ഒരു സുന്നത്താണ്.
അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഞാൻ ഇവിടെ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് താടി വടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് ഇമ്മീഡിയറ്റ്ലി പോയി അതായിരിക്കും ഒരു പ്രോബ്ലം. ഓക്കെ, അത് ഞാൻ പടച്ചവൻ്റെ ഒരു പ്രവാചകൻ്റെ കൽപ്പന നിരാകരിച്ച് അല്ലെങ്കിൽ അതിന് എതിരായി പ്രവർത്തിച്ചിട്ടാണ് ഞാനിവിടെ വന്നിറങ്ങിയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തെറ്റുകൾ എവിടെയാണോ സംഭവിച്ചിരിക്കുന്നത് ആ തെറ്റ് തിരുത്താൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. തിരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഇനി മുതൽ ഞാൻ തിരിച്ച് താടി വെക്കുകയാണ്, ഞാൻ പ്രവാചകൻ്റെ സുന്ന ഫോളോ ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അവിടെ മുതൽ എൻ്റെ കാര്യങ്ങൾ ബെറ്ററായി. ആ നിമിഷം മുതൽ കാര്യങ്ങൾ ബെറ്ററായി. ഇപ്പോൾ തിരിച്ച് ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് 1, 2, 3 ദിവസം കഴിഞ്ഞ് കാണും. നമ്മുടെ ബോബൻ അറിയാം. ബോബനും ആ സമയത്ത് ബോബൻ്റെ ജേക്കബിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ മാറി തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ് വേറൊരു തയ്യൽക്കാരൻ്റെ ഒരു മാസ്റ്റർ ജി എന്നാണ് പറയുന്നത്, അയാളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഞാനും മാറി. ആ സമയത്ത് എൻ്റെ ബ്രദർ ഇൻ ലോയും അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. അവിടെ ആ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബോബൻ്റെ ജേക്കബിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേസ് ടു ഫേസ് ആണ്. നമുക്ക് രണ്ടുപേർക്കും എല്ലാ ദിവസവും കാണാനും ഇങ്ങനെ രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ട് ചാടാനും പറ്റുമായിരുന്നു. രണ്ടും അടുത്തടുത്ത് മുട്ടി നിൽക്കുന്നതാണ്. അങ്ങനെ ബോബനറിയാം എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ജോലി അന്വേഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നൊക്കെ ബോബനറിയാം, ജേക്കബിനും അറിയാം. അപ്പം ബോബൻ എൻ്റെ അടുത്ത് ചോദിച്ച്, ഇവിടെ അടുത്ത് ബോബൻ്റെ പരിചയമുള്ള ഒരു നേപ്പാളി ഫാമിലിയുണ്ട്. അവരുടെ മകന് മാത്തമാറ്റിക്സിൻ്റെ കണക്കിൽ മൂപ്പരെന്തോ എക്സാമിൽ ഫെയിലായി, 9ാം ക്ലാസ്സിൽ എക്സാമിൽ ഫെയിലായി. അയാളെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ട്യൂഷൻ്റെ ആവശ്യമുണ്ട്, ട്യൂഷൻ മാസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. കണക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവിടെ അവർക്ക് അത്യാവശ്യമായിട്ട് ഒരാൾ വേണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് ജോലിയില്ല. അങ്ങനെ ഞാൻ ബോബിനടുത്ത് പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം, പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കണക്ക് ഞാൻ എൻജിനീയറിങ് കോളേജ് പഠിച്ച ആളാണ്. കണക്ക് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ബോബനുമായിട്ട് പോയി, ഈ നേപ്പാളി ഫാമിലി അടുത്ത് പോയി. അപ്പോൾ ആ പയ്യൻ്റെ പേര് മനു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതെല്ലാം ഈ ഡീറ്റെയിൽഡായിട്ട് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ച് അവർക്ക് കണക്ക് പഠിപ്പിക്കാൻ ആൾ വേണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാം. ഫീസ് എത്രയാണ്? മാസത്തിൽ 100 രൂപ. ഇത് 1989 കാര്യമാണ്. മാസം പഠിപ്പിക്കുന്നതിൽ 100 രൂപ, ഏകദേശം 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം, മാസത്തെ ഫീസ് 100 രൂപ. ഞാൻ എഗ്രി ചെയ്ത്, കാരണം ആ സമയത്ത് എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ കുട്ടി 15 ദിവസത്തിനുള്ളിൽ ഇയാൾക്ക് ഒരു ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം. ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, സെക്കൻഡ് ചാൻസ് കൊടുത്തിരിക്കുകയാണ്. ഇയാൾ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം മാത്തമാറ്റിക്സിൽ. ജയിച്ചാൽ ഇയാളെ 10ാം ക്ലാസ്സിലാക്കും, അല്ലെങ്കിൽ ഇയാൾ ഫെയിലാവും. അങ്ങനെ അവർ ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് ഇയാൾക്ക്. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ ഇയാളെ പ്രിപ്പയർ ചെയ്തെടുക്കണം, ഇയാൾക്ക് ടെസ്റ്റ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം 5 മണിയോ അങ്ങനെ സമയത്താണ് എൻ്റെ പഠിപ്പീര് തുടങ്ങുന്നത്. ഇയാളെ പഠിപ്പിച്ച് 15 ദിവസം കൊണ്ട് ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് മാത്തമാറ്റിക്സിൽ ഇയാൾ 9ാമത്തെ ഗ്രേഡിലെ കാര്യങ്ങൾ ഇയാൾക്ക് വ്യക്തമായി. മാത്തമാറ്റിക്സിൽ ഇയാൾക്ക് നല്ലൊരു എബിലിറ്റിയായി. അങ്ങനെ ടെസ്റ്റ് കൊടുത്ത് ആൾ നല്ല മാർക്കോട് ജയിച്ചു. അങ്ങനെ ജയിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഇവരുടെ ഈ നേപ്പാളി ഫാമിലിയുടെ അയൽക്കാർ, അവരുടെ ഒരു ഫാമിലി, അവരുടെ പേര് ചൗഹാൻ എന്നാണ്. ഞാൻ ചൗഹാൻ സാറിന് വിളിക്കുമായിരുന്നു. ഡൽഹി ടെലികോമിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം, ചൗഹാൻ സാറിൻ്റെ 2 മക്കൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, 11ലും 10ലോ അല്ല 12ലും 14, അങ്ങനെ 2 കുട്ടികൾ. അങ്ങനെ അവരെ പഠിപ്പിക്കണമെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ പോകുമ്പോഴത്തേക്ക് അവർ വൈകുന്നേരം ഈ നേപ്പാളി ഫാമിലിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അവരെനിക്ക് ചായ, പിന്നെ അതുപോലെ തന്നെ നല്ല ചൂട് ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് തരുമായിരുന്നു.
എന്നെ ഒരു ഫാമിലി മെമ്പർ പോലെ നോക്കി. ഇതൊരു ചൗഹാൻ ഒരു ഹിന്ദു ഫാമിലിയാണ്. വളരെ ഈ രണ്ടും ഹിന്ദു ഫാമിലിയാണ്. രണ്ടുപേരും വളരെ നല്ല രീതിയിൽ എന്നെ കൈകാര്യം ചെയ്തു. വളരെ നല്ല രീതിയിൽ നോക്കി. അപ്പം ഞാനും എൻ്റെ മാക്സിമം എൻ്റെ സിൻസിയറായിട്ട് അവരെ പഠിപ്പിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അവർ വേറെ ആരുടെടുത്തോ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കോൾ വന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു മാസത്തിനിടയിൽ എനിക്ക് ഏകദേശം 5 6 7 ഡിഫറെൻറ്റ് സ്ഥലത്ത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണ്, ഇതെല്ലാം ഇവരുടെ എല്ലാം ക്ലാസ് കഴിഞ്ഞ് ഇവർ വരുന്നത് 5 മണിക്കാണ് ഇവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ സ്കൂൾ കഴിഞ്ഞിട്ട്. അപ്പോൾ 5 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ പഠിപ്പിക്കൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ പോയി, അവിടെ നിന്ന് ഇവിടെ പോയി, അവിടെ നിന്ന് അവിടെ പോയി, ഇങ്ങനെ പിന്നെ 10 മണി വരെ രാത്രി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേബിൾ ഇൻകമായി. ഒരു 3-4 മാസം കൊണ്ട് ഇൻകം ഒരു സ്റ്റെബിലിറ്റി വന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തോന്നി ഇത് കൊള്ളാലോ, പഠിപ്പിക്കാൻ ഞാൻ കുഴപ്പമില്ല, എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഡൽഹി വന്ന് ഇറങ്ങുമ്പോൾ പഠിപ്പിക്കൽ എനിക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലി രാജിവെച്ചത്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. പഠിപ്പിക്കുന്നതിൽ പിള്ളേർക്കും ഇഷ്ടം കാണുന്നുണ്ട്. അവർക്കതിൻ്റെ ബെനിഫിറ്റ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം ആ സമയം മുതൽ പിന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ എല്ലാ സൺഡേയും ഇരുന്ന് നോക്കും. ആ ജോലി ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു സെക്ഷനുണ്ട്, ഈ ക്ലാസിഫൈഡ് ആഡ്സ്. അങ്ങനെ അത് അരിച്ച് പെറുക്കി നോക്കും. അതായത് വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന ജോലി, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ജോലി ഉണ്ടോ എന്നുള്ളത് നോക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കുന്ന ജോലി നോക്കി വന്നപ്പം ഒരു അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ആ സമയത്ത് വളരെ പച്ച പിടിച്ച്, അതായത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു ഈ ഇലക്ട്രോണിക്സിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അവിടെ UP-യിൽ, ഉത്തർപ്രദേശിൽ, ലക്നൗ ബേസ് ചെയ്ത് അപ്ട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കമ്പനി ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത് ഫ്രാഞ്ചൈസാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം, ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം, അവരുടെ പേരിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്. അങ്ങനെ ഡൽഹിയിൽ ഒരു അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിംഗ്, അപ്ട്രോൺ UACL, അങ്ങനെ ഒരു അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ ദൂരെ ഒരു സ്ഥലത്ത്, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ പോകണം. ജമുന എന്ന് പറയുന്ന നദിയുടെ അപ്പുറത്തെ സൈഡാണ്. ഓക്കെ, അത് ഡൽഹിയുടെ പുറത്തുനിന്ന് തന്നെ പറയാം. അതിന് ഡൽഹിക്കാർ ജമുന പാർ എന്ന് പറയും. ജമുന പാർ ജമുനയുടെ അക്കരെ എന്നാണ് ഉദ്ദേശം. അവിടെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ജോലിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. കാര്യം ബൈ ദിസ് ടൈം ഐ ലൈക്ക് ടീച്ചിങ്. അവർ റെസ്പോണ്ട് ചെയ്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ജോലിയും തന്നു. അങ്ങനെ ജോലി കിട്ടിയപ്പം പിന്നെ ഇവിടുന്ന് ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ സലാം പറഞ്ഞ് അവരുടെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അങ്ങോട്ടേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ബോബനടുത്തും ജേക്കബിനടുത്തൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇവിടുത്തെ ഈ ചെറിയ അപ്പാർട്ട്മെൻറ്റ് അതും ഒഴിവാക്കി ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതിനിടയിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് ഒരു വലിയ സംഭവം. അപ്പം ഞാൻ ആക്ച്വലി ഈ പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം, അതായത് ഈ ചൗഹാൻ സാറിനെ പരിചയപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ഈ നേപ്പാളി ഫാമിലി, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ചൗഹാൻ സാറിനറിയാം ഞാൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ഞാൻ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട ഒരു ജോലി നോക്കുന്നുണ്ടെന്നുള്ളത് ചൗഹാൻ സാറിനറിയാം. അങ്ങനെ ചൗഹാൻ സാറ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മൂപ്പരുടെ പരിചയത്തിലുള്ള ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് കണ്ടിട്ട് എന്നെ അറിയിച്ച്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി ജോയിൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ പോയി. ചൗഹാൻ സാറിൻ്റെ റെക്കമെൻഡേഷനിൽ എനിക്ക് ആ ജോലി തന്നു. ചെറിയൊരു കമ്പനിയാണ്, ഒരു ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന ആ സമയത്ത് അതിൻ്റെ പാരലായിട്ട് നടക്കുന്ന സംഭവമാണ്. ഈ അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിങ്ങിൽ ജോയിൻ ചെയ്തതിന് മുമ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഈ കമ്പ്യൂട്ടർ കമ്പനി ജോയിൻ ചെയ്ത്, ഇവരുടെ പരിപാടി മെയിനായിട്ട് ഇവർ ഈ കമ്പ്യൂട്ടർ മദർ ബോർഡ് വിൽക്കുന്നുണ്ട്,
പിന്നെ അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഫിക്സിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെരിഫറൽസ്, ഇതിൻ്റെ CD അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനി ജോയിൻ ചെയ്ത് ഒരു ഹസ്ബൻഡും വൈഫും യങ് ആൾക്കാരാണ്, വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ 1-2 എംപ്ലോയീസ് അവിടെ വേറെയും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടത്, ഇവർ പിന്നെ ഈ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം ഒരു കാരണമുണ്ട് അതിന്. ഈ കമ്പനി ഞാൻ ഒരു കാര്യം കണ്ടത്, ഇവർ കാശ് കൊടുക്കാനുള്ള ഇവരുടെ സപ്ലയേഴ്സ് ഇവരെ അന്വേഷിച്ച് കാശ് വാങ്ങിക്കാൻ, ഇവരുടെ അടുത്ത് കാശ് വാങ്ങിക്കാൻ വരുമ്പോൾ ഈ ഹസ്ബൻഡും വൈഫും അവർ കതകടച്ച് ഉള്ളിലിരിക്കും. അവരുടെ റൂമിൽ കതകടച്ചിരിക്കും, കതക് തുറക്കത്തില്ല. ഞങ്ങളിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണമെന്ന് പറയും. അതായത് ആൾക്കാർ കാശ് വാങ്ങിക്കാൻ വരികയാണ്. ഈ കാശ് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് അവർക്കറിയാം ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവർ പോകുന്നത് വരെ അവരിറങ്ങത്തില്ല, അവരതിനകത്തിരിക്കും, മിണ്ടാതിരിക്കും. അപ്പോൾ ഇത് 1, 2, 3 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു എൻവയൺമെൻ്റ് അല്ല. ഈ കള്ളത്തരം കാണിക്കുന്ന ഇത് അവരുടെ ഈ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഏതായാലും ഈ രീതി ശരിയല്ല. ഇങ്ങനെ പോകുന്നൊരു കമ്പനിയിൽ തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. 1 മാസം അവിടെ വർക്ക് ചെയ്തോളൂ. പക്ഷേ ഇതാണ് സംഭവിച്ചത്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നല്ല തണുപ്പുള്ള സമയമാണ്. അതായത് ഡൽഹിയിൽ തണുപ്പെന്ന് പറഞ്ഞാൽ വളരെ സിവിയർ കോൾഡാണ്. അവിടെ വേറൊരു പ്രശ്നം, നമ്മുടെ ഹീറ്ററോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്ത് അങ്ങനെയുള്ള നമ്മൾ പിന്നെ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല. തണുപ്പാണെങ്കിൽ തണുപ്പ് സഹിച്ചേ പറ്റൂ, അങ്ങനെയുള്ള കണ്ടീഷനാണ്. അവിടെ ആകെ ഉള്ള ഒരു കംഫർട്ട് എന്ന് പറയുന്നത്, ഈ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഈ പുതയ്ക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ്, അതിനവിടെ ഉറുദുവിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിന് റജായി എന്ന് പറയും. ഈ റജായി എന്ന് പറയുന്ന സംഗതി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് തണുപ്പുണ്ടെങ്കിൽ അതിനകത്ത് കയറി കിടക്കുക, അത്രേ ഉള്ളൂ. ആ കംഫർട്ട് മാത്രമേ ഉള്ളൂ. ഹീറ്റർ ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഇംഗ്ലീഷിൽ അതിന് കംഫർട്ടർ എന്ന് തന്നെ പറയും. കംഫർട്ടർ എന്ന് പറയും, ഹിന്ദിയിൽ ഉറുദുവിൽ റജായി എന്ന് പറയും. അങ്ങനെ ഞാൻ രാവിലെ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ കിടന്നുറങ്ങുകയാണ്. വേറെ പണിക്കൊന്നും പോകാനില്ലല്ലോ. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഏകദേശം 9-10 മണിയാകും. ഉറങ്ങുകയാണ്. എൻ്റെ മറ്റേ ചെറിയ അപ്പാർട്ട്മെൻറ്റാണ്, ഒരു കതകേ ഉള്ളൂ. അതാണ് ആ കതകാണ്, ആ റൂമിൻ്റെ എൻട്രൻസാണ്. അവിടെ ഒരു ആരോ മുട്ടുന്നത് കേട്ട്. അങ്ങനെ ഞാൻ റജായിൽ നിന്ന് എണീച്ച് തുറക്കുമ്പോൾ ഒരു 5-6 പോലീസുകാർ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനും കൂടെയുള്ള പോലീസുകാരും, ഒരു 5-6 പോലീസുകാർ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. കണ്ട ഉടനെ തന്നെ അവർ ചോദിച്ച്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ? അവർ വളരെ മാന്യമായ രീതിയിൽ സംസാരിച്ചു, മാന്യമായ രീതിയിൽ പെരുമാറി. ഓക്കെ, വന്ന ഉടനെ തന്നെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ 4-5 ആൾക്കാർ എൻ്റെ കഥകിന് മുമ്പിൽ പേടിപ്പിക്കുന്ന ഒരു രംഗമാണത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണണം. അതായത് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണോ ഇല്ലേ, അല്ല ഞാൻ ഫേക്ക് ആണോ ഇല്ലെന്നുള്ള അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മറ്റേ റൂമിൽ തന്നെ മുകളിൽ ഒരു ഈ സ്റ്റോറേജിൻ്റെ സ്ഥലമുണ്ട്. അവിടെ ഞാൻ എൻ്റെ പെട്ടി എടുത്ത് തുറന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത്. അവരെനിക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ച് തന്ന് വെക്കാൻ പറഞ്ഞു. അത് വെച്ച് ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു പോലീസുകാർ, ഞങ്ങളുടെ കൂടെ വാ. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ, പോലീസുകാരുടെ കൂടെ ഇറങ്ങി. പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി. അപ്പോൾ ഈ പറഞ്ഞ വലിയ പോലീസുകാരൻ്റെ ബൈക്കിൻ്റെ പുറകിൽ എന്നെ ഇരുത്തി. ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസുകാരെ അവരുടെ കാറിൽ എന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഹൗസ് കാസ് എന്ന് പറയുന്ന വലിയൊരു ഏരിയ ആണ്. ഹൗസ് കാസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എൻ്റെ പേരൊക്കെ ആ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് എൻ്റെ അടുത്തൊരു റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. ആ റൂമിൽ ഒരു ലൈറ്റ് ഉണ്ടാവും അവിടെ, പക്ഷേ ആ ഒരു ബൾബൊന്നും ലൈറ്റ് ഓൺ ചെയ്യാതെ ഒരു റൂമിൽ, ഇരുട്ടുള്ള റൂം, അതിനകത്ത് ഇരുത്തി. അപ്പം ഞാൻ കയറുമ്പോൾ അതിനകത്ത് വേറെയും 1-2 ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിലായത് കാരണം ആരടുത്ത് സംസാരിക്കാനുള്ള ഫ്രീ ആയിട്ട് നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള സ്ഥലമല്ലല്ലോ. പോലീസ് സ്റ്റേഷനായത് കാരണം മിണ്ടാതിരുന്ന് ആരാണ് എന്താണെന്ന് കാണുന്നുമില്ല, കാരണം ഇരുട്ടാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് പിന്നെ എന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ SI ഒരു പക്ഷേ ഈ സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ എന്താണ് ഇയാളുടെ സ്ഥാനം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഉദ്യോഗസ്ഥരാണ്, കുറച്ച് തലപ്പത്തുള്ള ആളാണ്.
അയാളുടെ പിന്നെ ഓഫീസിൽ കൊണ്ടുപോയി മുകളിൽ. അവിടെ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് രാത്രിയായി. ഇതിപ്പോൾ രാവിലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്, അപ്പോഴത്തേക്ക് രാത്രിയായി. ഭക്ഷണം അവർ തന്നോ ഇല്ലേ എനിക്ക് ഓർമ്മയില്ല, തന്നു കാണും, എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പം 35 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അവരവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു, അയാളുടെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസറിൻ്റെ ആ റൂമിൽ ഒരു ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു, അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടന്നുറങ്ങി. രാത്രി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഒരു കസിൻ, ഓക്കെ, ഇപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോ ആണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ കസിനാണ്, എൻ്റെ ഫ്രണ്ടാണ്. നാട്ടിൽ നിന്ന് ഞാൻ ഇയാളെ കൊണ്ടുവന്നതാണ്. ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം ഇദ്ദേഹം ഒരു ഡ്രൈവിംഗ് ഒരു കമ്പനിയുടെ ഡ്രൈവറായിട്ട് മൂപ്പര് ജോലിക്ക് കയറി. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ കസിൻ ഡ്രൈവറെയും പോലീസുകാർ പിടിച്ചോണ്ട് വന്ന്, അതായത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ ആക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം എന്താണ് എന്തിനാണ് ഇവർ പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്ന് ലോക്കപ്പിലാക്കിയത് എന്തിനാണ് എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത്. ഞാൻ ആ വർക്ക് ചെയ്ത കമ്പനി, ആ കമ്പ്യൂട്ടർ കമ്പനിയിൽ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസമോ അന്ന് രാത്രിയോ അവിടെ കള്ളം കയറിയെന്ന് അവർ പറയുന്നു. ഇനി അവർ വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അറിഞ്ഞുകൂടാ. കള്ളൻ കയറിയെന്ന് പറയുന്നു. ആ കള്ളൻ വന്നത് വെള്ള കളറിലെ മാരുതി കാറിലാണ് വന്നത്. അപ്പോൾ എൻ്റെ ഈ പറയുന്ന ബ്രദർ ഇൻ ലോ, ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ കസിനാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. അയാൾ ഓടിക്കുന്ന വണ്ടിയും വെള്ള കാറാണ്, മാരുതി കാറാണ്. അങ്ങനെ ഇവർ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്ത ആളാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ആളാണ്, എൻ്റെ കസിന് വെള്ള കാർ ഓടിക്കുന്നുണ്ട്, എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ചെയ്തത് എന്നുള്ള ഇതിൽ ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു. പക്ഷേ അവർക്കറിയാം നമ്മളല്ല ചെയ്തത്, കാരണം അവർ എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് നമ്മളെക്കുറിച്ച് അറിയാം. എന്നാലും ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുത്തി. അന്ന് രാത്രി ഞങ്ങളിപ്പം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയായി. പിറ്റേ ദിവസം രാത്രിയായിട്ട് ഞങ്ങളെ വിടുന്നില്ല. ഞാൻ പോയിക്കോട്ടെ ചോദിക്കുമ്പോൾ ഇല്ല, പോകാൻ പറ്റില്ല, അവിടെ ഇരിക്കണം, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഇരിക്കുക, ദാറ്റ്സ് ഓൾ, വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പം നമ്മുടെ ചൗഹാൻ സാറ്, ഞാൻ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന ആ ചൗഹാൻ സാറ് മൂപ്പര് വന്നു പോലീസ് സ്റ്റേഷനിൽ. മൂപ്പര് വന്നിട്ട് ഒരു ബാഗ് ഈ പോലീസുകാരന് കൊടുത്ത്, ഈ ഓഫീസറിന് കൊടുത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, എനിക്ക് കാണാം ഈ മൂപ്പര് വന്നതും ബാഗ് കൊടുക്കുന്നതും കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബാഗിനകത്തൊരു കുപ്പിയാണ്, എന്തോ ബ്രാൻഡിയോ വിസ്കിയോ എന്തോ ഒരു മദ്യമാണ്, അതൊരു ഗിഫ്റ്റായിട്ട് ഇയാൾക്ക് കൊടുത്ത്. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് ഈ പോലീസുകാരൻ, ഈ ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നാളെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ നാളെ വരാമെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചങ്ങോട്ട് പോയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇറങ്ങി. അപ്പോൾ ഈ ചൗഹാൻ സാറ് നോക്കിയേ, ഈ ചൗഹാൻ സാർ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. ഇദ്ദേഹം ഇങ്ങനൊരു നമ്മുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പോയിട്ട് ഒരു കുപ്പി മദ്യം വാങ്ങിച്ച് എനിക്ക് വേണ്ടി, എന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി മൂപ്പർക്ക് കൊടുത്ത് എൻ്റെ റിലീസ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിങ്ങിൽ ജോലി അപ്ലൈ ചെയ്യുന്നതും അവിടെ ജോലി കിട്ടി. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ സ്ഥലത്ത് ഞാൻ ജംന പാർക്ക് മറ്റിടത്തേക്ക് ട്രാൻസ്ഫറായി, അതായത് ഞങ്ങോട്ടേക്ക് മാറി. അവിടെ മാറുന്നതിന് തൊട്ട് മുമ്പ് കൊച്ചിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്നാണോ കൊച്ചിയിൽ നിന്നാണോ, എൻ്റെ ഒരു കസിൻ, സീനത്താണ് പേര്. എൻ്റെ ഒരു കസിൻ എൻ്റെ മാമയുടെ മോളാണ്, എൻ്റെ അപ്പച്ചിയുടെ മോളാണ്, മാമയുടെ മോളാണ്. ഓക്കെ, സീനത്തിൻ്റെ ഹസ്ബൻഡ് മൻസൂർ ജിദ്ദയിൽ വർക്ക് ചെയ്യാണ്. ഞാനുമായിട്ട് നല്ല പരിചയമുണ്ട്, ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് മൻസൂർ. അപ്പം മൻസൂർ ജിദ്ദയിൽ നിന്ന് തൻ്റെ വൈഫ് സീനത്തിന് അറിയിച്ചിട്ടുണ്ട്, ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവരുടെ ജിദ്ദയിൽ പരിചയമുള്ള ഒരു സൗദി അയാൾക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം സീനത്ത് എനിക്ക് ലെറ്റർ അയച്ചു ഡൽഹിയിലേക്ക്, ആലപ്പുഴയാണോ കൊച്ചിയാണോ, ലെറ്റർ അയച്ച് ഇങ്ങനെ ഒരു ജോലിയുണ്ട് അവിടെ, ഒരു വിസ ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ. ഞാനാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നിരിക്കുന്ന സമയമാണ്. അതായത് 100 രൂപയ്ക്കാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്, 100 രൂപ മാസത്തിനാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഇമ്മീഡിയറ്റ്ലി, ആ സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് ഈ ബയോഡാറ്റയുടെ ഒരു കുറവില്ല, ഞാൻ ബയോഡാറ്റ റെഡിയാണ്. അന്ന് രാത്രി തന്നെ ബയോഡാറ്റ, നല്ല കനമുള്ളൊരു ബയോഡാറ്റ
മടക്കി അത് ഞെക്കി അത് ഭദ്രമാക്കി കവറിലിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ സീനത്തിന് അയച്ചു കൊടുത്ത് ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. എന്നിട്ട് ഞാൻ ആ ജമുന പാർ പോയിട്ട് ജോലി ചെയ്യാൻ പോയി. അവിടെ പോകുമ്പം അവിടെ ഈ ഓഫീസ് മാനേജറായിട്ട് ഇതൊരു ഈ അപ്ട്രോൺ അക്കാഡമി ഓഫ് കമ്പ്യൂട്ടർ ലേണിങ്ങിൻ്റെ ആ ബ്രാഞ്ചിൻ്റെ ഉടമസ്ഥൻ ഒരു സർദാർജിയാണ്. ഈ താടി തൊപ്പിയൊന്നും മറ്റേ ഇത് തലപ്പാവില്ലാത്ത ആളാണ്, പക്ഷെ സർദാർജിയാണ്. നല്ലൊരു വ്യക്തി, വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരാളാണ്. അയാളുടെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത്, അപ്പോൾ അവിടുത്തെ ഓഫീസ് മാനേജർ കോയിൻസിഡൻ്റലി നമ്മുടെ മലയാളിയായ സൂസൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഹോദരിയാണ്. അവരുടെ ഹസ്ബൻഡും ഉണ്ട് അവിടെ, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൂസൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ സൂസൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു വാടകയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അത് വേക്കൻ്റാണ്. എനിക്ക് അവിടെ താമസിക്കാനായിട്ട് വാടക നിശ്ചയിച്ച് എനിക്ക് ആ അപ്പാർട്ട്മെൻറ്റും തന്നു. അങ്ങനെ എൻ്റെ താമസിക്കാനുള്ള സ്ഥലവും ശരിയായി, ജോലിയും ശരിയായി. ഞാനങ്ങനെ അവിടെ സെറ്റായി വരികയാണ്. ഇവിടെ ജോലിക്ക് കയറിയ ശേഷം ഉടനെ തന്നെ അവരെന്നെ ഒരു 2 ആഴ്ചത്തേക്ക് പിന്നെ ലക്നൗവിൽ അപ്ട്രോണിൻ്റെ ലക്നൗ ഹെഡ് ഓഫീസിൽ അവിടെ ഒരു ട്രെയിനിങ്ങിലും അയച്ചു 2 ആഴ്ചത്തേക്ക്. ആ ട്രെയിനിങ്ങിന് പോയ കഥ വേറൊരു കഥയാണ്. അത് പിന്നെ ഒരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ പോയി എങ്ങനെ പഠിപ്പിക്കണം, പിള്ളേരുടെ സൈക്കോളജി എന്താണ്, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ഇതൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത്. നല്ല കാര്യങ്ങൾ, അതിന് കുറേ ഗുണമുണ്ടായി. അത് കഴിഞ്ഞൊക്കെ തിരിച്ച് വന്ന് ഞാനിവിടെ ഈ കമ്പനിയിൽ സെറ്റിലാകാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു ഫോൺ കോൾ വന്ന് നമ്മുടെ ജേക്കബിൻ്റെ, എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് എന്നെ ഒരു ഫോൺ വന്നു, ജേക്കബിൻ്റെ ഫോൺ വന്നു. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഇത് 1990 കാര്യമാണ്. സെൽഫോണൊന്നുമില്ല. ഓക്കെ, അപ്ട്രോണിൽ കോൾ വന്ന് ജേക്കബിൻ്റെ എന്തോ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനാണെങ്കിൽ ജമുന പാറാണ്, 30 കിലോമീറ്റർ ദൂരെയാണ്. ലെറ്റർ വന്നിരിക്കുന്നത് പഴയ പോസ്റ്റ് ഓഫീസിലാണ്, നമ്മുടെ താമസത്തിനടുത്ത്. അപ്പം ഞാൻ ജേക്കബിനടുത്ത് പറഞ്ഞു, ജേക്കബ് ഒന്ന് പോയിട്ട് ആ ലെറ്റർ വാങ്ങിക്കുക. കാരണം എനിക്ക് ഇവിടുന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം അവിടെ എത്തണമെങ്കിൽ. അങ്ങനെ ജേക്കബ് അവിടെ പോയി. ജേക്കബിന് വലിയ ദൂരമില്ല, ജേക്കബിനും ദൂരം ഉണ്ടായിരുന്നു, പക്ഷേ അത്ര ദൂരമില്ല. ജേക്കബ് പോയി ലെറ്റർ വാങ്ങിച്ച് ജേക്കബിനെ പിന്നെയും ഫോൺ ചെയ്തു. ജേക്കബിൻ്റെ ഓഫീസ് ആക്ച്വലി ആ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് വളരെ അടുത്താണ്. അപ്പോൾ ജേക്കബിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ജേക്കബ് ഒന്ന് തുറക്ക്. ആ ജേക്കബ് ലെറ്റർ തുറന്നിട്ടൊന്ന് വായിക്കുക, എന്താണ് അതിനകത്തുള്ളതെന്ന്. എനിക്കൊരു ഐഡിയ ഇല്ല ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ജേക്കബ് അത് തുറന്നിട്ട് വായിച്ച് എൻ്റെ അടുത്ത് ഫോണിൽ ജേക്കബ് പറഞ്ഞു, ഇത് സൗദി അറേബ്യയിലേക്കുള്ള വിസ. ഞാനാണെങ്കിൽ ഒരു കാശ് ചിലവാക്കിയിട്ടില്ല വിസയ്ക്ക് വേണ്ടി. ഒരു ലെറ്റർ വന്ന് കൊച്ചിയിൽ നിന്ന് അല്ല ആലപ്പുഴയിൽ നിന്നോ സീനത്തിൻ്റെ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബയോഡേറ്റ അയച്ചു കൊടുത്ത് ഉടനെ തന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ കയ്യിരിക്കുന്നു. സാധാരണഗതിയിൽ ആൾക്കാർ പുരയിടം വിറ്റ്, സ്വർണം വിറ്റ്, പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. ഇത് ഒന്നുമില്ല. അതായത് ഞാനൊരു ബയോഡേറ്റ അയച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വിസ ജേക്കബിൻ്റെ കയ്യിരിക്കുന്നു. ഞാൻ ഇനിയിപ്പം എന്ത് ചെയ്യണം, അതായത് ഈ വിസ എവിടെ കൊണ്ട് സ്റ്റാമ്പ് ചെയ്യണം, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നത്. എന്ത് ചെയ്യണം, എവിടെ കൊണ്ട് സ്റ്റാമ്പ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെ ജിദ്ദയിലോട്ട് എങ്ങനെ പറക്കും, ടിക്കറ്റ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇനിയിപ്പം ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻഷാ അള്ളാ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.